അന്ന് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിനോട് ക്യാപ്റ്റൻസി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ മാനേജ്മെന്റ് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി കൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ പാണ്ഡ്യ മുംബൈ ടീം വിട്ടു. എന്നാൽ ഗുജറാത്തിലെത്തിയ പാണ്ഡ്യ കത്തിക്കയറി. ഞാനൊരു മികച്ച ക്യാപ്റ്റനാണെന്ന് പാണ്ഡ്യ തെളിയിച്ചു. ക്യാപ്റ്റനായ ആദ്യ സീസൺ തന്നെ ഗുജറാത്തിന് കപ്പ് നേടിക്കൊടുത്തു. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി തിരിച്ചറിഞ്ഞ മുംബൈ മാനേജ്മെന്റ് പാണ്ഡ്യയെ തിരിച്ചു വിളിച്ച് ക്യാപ്റ്റനാക്കി. ഇന്ന് പാണ്ഡ്യ മുംബൈയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കി. ഇന്നായിരുന്നു മുംബൈ പുതിയൊരു ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചത്. ഇനി അങ്ങോട്ട് ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും മുംബൈയുടെ ക്യാപ്റ്റൻ. IPL 2024 പാണ്ഡ്യ ആയിരിക്കും മുംബൈയെ നയിക്കുന്നത്. ഇന്ന് ക്യാപ്റ്റനായ ശേഷം പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് പണ്ട് തൊട്ടുള്ള ആഗ്രഹമാണ് മുംബൈയുടെ ക്യാപ്റ്റൻസി. ഞാൻ മുൻപ് ഇത് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ മാനേജ്മെന്റ് എന്നോട് പറഞ്ഞത് നിനക്ക് ക്യാപ്റ്റൻസി അറിയില്ലെന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് വാശിയായി. എൻ്റെ കഴിവ് തെളിയിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഗുജറാത്തിന് വേണ്ടി കപ്പ് നേടിക്കൊടുത്തു. ഇപ്പോൾ ഞാൻ മുംബൈയുടെ ക്യാപ്റ്റനാണ്. എൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മുംബൈ മാനേജ്മെന്റ് എന്നെ ക്യാപ്റ്റനാക്കിയത്. ഇനി എനിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ: മുംബൈ ടീമിന് വേണ്ടി കപ്പ് നേടിക്കൊടുക്കണം. മാനേജ്മെന്റ് എന്നിലൊരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് കാത്തു സൂക്ഷിക്കണം. രോഹിത് ശർമ്മ മികച്ചൊരു ക്യാപ്റ്റനാണ്. പക്ഷേ ഇപ്പോൾ മാനേജ്മെന്റ് എന്നോട് ക്യാപ്റ്റനാകാനാണ് ആവശ്യപ്പെട്ടത്. മുംബൈയുടെ ക്യാപ്റ്റനായതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനിനി നല്ല രീതിയിൽ മുംബൈ ടീമിനെ നയിക്കുമെന്ന് പാണ്ഡ്യ വ്യക്തമാക്കി. രോഹിത് ശർമ്മയെ ഒഴിവാക്കിയതിൽ ആരാധകർ ദേഷ്യത്തിലാണ്. ഇനി അങ്ങോട്ട് മുംബൈ ടീമിന്റെ ഭാവി എന്താകുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. കാരണം പാണ്ഡ്യ ഒരു അഹങ്കാരിയാണ്. ആര് പറഞ്ഞാലും പാണ്ഡ്യ കേൾക്കില്ല. ഇനി രോഹിത് ശർമ്മ ഒരു സജഷൻ പറഞ്ഞാൽ പോലും പാണ്ഡ്യ അത് ഏറ്റെടുക്കില്ല. പാണ്ഡ്യയ്ക്ക് സ്വന്തം തീരുമാനങ്ങളാണ്. മുംബൈ ടീമിന് മേലുള്ള രോഹിത് ശർമ്മയുടെ അധികാരമാണ് നഷ്ടമായിരിക്കുന്നത്. പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് നല്ലതാണോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.